This is me Nija here and welcome to Rectify English. So, നമ്മൾ പ്രസൻറ്റ് സീരീസ് കംപ്ലീറ്റ്ലി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി പാസ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം പാസ്റ്റിലും നമ്മൾ പ്രസൻറ്റ് പഠിക്കുന്നത് പോലെ തന്നെ ഏകദേശം 4 ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം പ്രസൻറ്റിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് കാണണം. ആൻഡ് മൂവിങ് ടു പാസ്റ്റ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്റ്റിലുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഐ വെൽക്കം യു ആൾ ടു റെക്ടിഫൈ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെക്ടിഫൈ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ട്രെയിനിങ് വേണം, ഇൻ്റർവ്യൂ ട്രെയിനിങ്, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രോഗ്രാംസും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പാസ്റ്റ് ടെൻസ് എന്താണ് എന്നുള്ളതും അതേപോലെ തന്നെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസിനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് അത് പൂർത്തിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളല്ല, ചെയ്ത് കഴിഞ്ഞ് ഓൾറെഡി അത് പൂർത്തിയായിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ പാസ്റ്റ് ടെൻസിൽ തന്നെ നമുക്ക് എത്ര ടൈപ്പ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നോക്കിക്കേ, ബോർഡിലേക്ക് നോക്കിക്കേ. പാസ്റ്റ് ടെൻസ് വരുന്നത് 4 ടൈപ്സ് ആണ്. ഈ 4 ടൈപ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ പ്രസൻറ്റിൻ്റെ സെയിം തന്നെയാണ്. നോക്കിക്കേ, സിമ്പിൾ പ്രസൻറ്റ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ മാറ്റും, സിമ്പിൾ പാസ്റ്റ് ആയിട്ട് നമ്മൾ മാറ്റും. ഇനി ഇതെന്തായിരിക്കും വരിക, പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതെന്തായിരിക്കും വരിക, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്. അതേപോലെ തന്നെ ഇതെന്തായിരിക്കും വരിക, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പം നമ്മൾ പ്രസൻറ്റ് പഠിച്ച ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതെല്ലാം പ്രസൻറ്റിലും വരുന്ന സെയിം ടൈപ്സ് ആണ്. അതേപോലെ തന്നെയാണ് ഇതിലും വരിക, പാസ്റ്റ് ടെൻസിലും വരിക. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോമാറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എസ്പെഷ്യലി നോക്കാൻ പോകുന്നത് ഇതാണ്, സിമ്പിൾ പാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 3 എണ്ണവും നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കുക, ബോർഡിലേക്ക് നോക്കിക്കുക. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റഡ് ആയാൽ, അത് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ ഫോർമുല നോക്കിക്കേ, സബ്ജക്റ്റ് പ്ലസ് V2 ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ V3 ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വരുന്നത് V2 ഫോമാണ്. V2 ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സിമ്പിൾ പാസ്റ്റിലുള്ള പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സബ്ജക്റ്റ് പ്ലസ് V2 ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരിക. അപ്പം നമ്മൾ എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഐ പ്ലേഡ് ക്രിക്കറ്റ്, ഇവിടെ ED ഫോമാണ് വന്നിരിക്കുന്നത്, പ്ലേഡ് ആണ് വന്നിരിക്കുന്നത്. ഐ പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ഓക്കെ, സിമ്പിളായിട്ട് പറയുന്നു, ഞാൻ ക്രിക്കറ്റ് കളിച്ചു. അതേപോലെ ഷീ റോട്ട്, ഇവിടെ V2 ഫോമായിട്ട് റോട്ടാണ് വന്നിരിക്കുന്നത്. ഷീ റോട്ട് എ ലെറ്റർ, അവൾ ഒരു കത്തെഴുതി. ഒരു കത്തെഴുതി എന്ന് പറയാനുള്ള കാരണം എന്താ, ഇവിടെ A വന്നിട്ടുണ്ട്, ഒരു കത്ത് എഴുതി. അതേപോലെ തന്നെ ഐ വെൻറ്റ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയി. ഓക്കെ, ഞാൻ സ്കൂളിൽ പോയി, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ എന്താണ് വരുന്നത്, V2 ഫോമായിട്ട് നമുക്ക് വരുന്നത് വെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആക്ഷൻസിന് നമുക്ക് ED ഫോം വരും എന്നുണ്ടെങ്കിലും ചില ആക്ഷൻസിന് നമുക്ക് ED ഫോം തീരെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം റോട്ടിൻ്റെ ED ഫോം വരികയാണെങ്കിൽ തന്നെ റൈറ്റഡ് എന്നാണ് വരിക. പക്ഷേ ഇവിടെ ഈ റൈറ്റഡ് എന്നുള്ള വേർഡ് തികച്ചും തെറ്റാണ്. ഇവിടെ നമ്മൾ ED ഫോം യൂസ് ചെയ്യേയില്ല. അപ്പം നമുക്ക് V2 ഫോംസ് എന്തൊക്കെയാണ്, അതായത് V1, V2, V3 എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ പോസിറ്റീവ് തന്നെ നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിൾ പാസ്റ്റിലെ
നെഗറ്റീവ് ഫോംസ് നമ്മൾ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് എന്താണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒന്നും കൂടെ ശ്രദ്ധിച്ച് ഡിഡ് നോട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഡ് നോട്ട് പ്ലസ് വേർബ് 1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പോസിറ്റീവിൽ വേർബ് 2 ആയിരുന്നു യൂസ് ചെയ്തത്, പക്ഷേ ഇവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് വേർബ് 1 ആണ് നമ്മളെ നെഗറ്റീവ് ഫോംസിൽ വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നോക്കിക്കേ. ഐ ഡിഡ് നോട്ട് ഗോ. ഓക്കെ, ഞാൻ പോയില്ല. ഓക്കെ, ഞാൻ പോയില്ല. ഷീ ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ്. അപ്പം അവൾ ഭക്ഷണം കഴിച്ചില്ല. ഓക്കെ, ഐ ഡിഡ് നോട്ട് ഗോ, ഡിഡ് നോട്ട്. ഓക്കെ, ഇവിടെ V1 ആണ് വന്നിരിക്കുന്നത്, ഗോ, അതുകൊണ്ട് തന്നെ ഗോ. V2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറയുക, വെൻ്റ് ആയിരുന്നു പറയുക. പക്ഷെ ഇവിടെ V2 ഫോം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഷീ ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് V1, ആൻഡ് ഡിഡ് നോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഷോർട്ട് ഫോം, അതായത് ഈ ഡിഡ് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഡിഡ് നോട്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഫോമാണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിൻ്റെ ഫോമിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഈ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഇവിടെയും യൂസ് ചെയ്യുന്നത് V1 ആണ്. ഓക്കെ, ഇതാണ് ഫോർമാറ്റ് വരുന്നത്, ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഓക്കെ, അപ്പം ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കിക്കേ. ഡിഡ് യു ഗോ, സിമ്പിളായിട്ട് നമുക്ക് മലയാളം പറയാം, നീ പോയോ. ഓക്കെ, ഡിഡ് യു ഗോ, നീ പോയോ. അതേപോലെ തന്നെ ഡിഡ് ഷീ കോൾ യു, അവൾ നിന്നെ വിളിച്ചോ. ഓക്കെ, അവൾ നിന്നെ വിളിച്ചോ, ഡിഡ് ഷീ കോൾ യു. ഇനി നമ്മൾ ഇത് WH ക്വസ്റ്റ്യൻസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വേറെ, അതേപോലെ വൈ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇങ്ങനത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള WH ഹൗ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, WH പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടലി നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിൽ, അതായത് പാസ്റ്റ് ടെൻസുകളിൽ മാത്രമാണ്. അപ്പം ഇത് നോക്കിക്കുക. യെസ്റ്റർഡേ, യെസ്റ്റർഡേൻ്റെ മീനിങ് എന്താ, ഇന്നലെ. അതേപോലെ ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. അതേപോലെ തന്നെ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. അതേപോലെ എഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ്. അപ്പം ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്, ഐ മെറ്റ് ഹിം ലാസ്റ്റ് നൈറ്റ്, ഐ മെറ്റ് ഹിം 2 hours ago. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണെങ്കിലും പാസ്റ്റ് ടെൻസിലാണെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം സിമ്പിൾ പാസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഏകദേശം പോസിറ്റീവ്, നെഗറ്റീവ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഒന്നും കൂടെ വീഡിയോ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മൾ വിട്ടു പോയിട്ടുള്ള ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, V1, V2 ഫോംസ് നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അർത്ഥം തന്നെ ടോട്ടലായിട്ട് മാറുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പേഴ്സണൽ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ.